നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മസാല ബോണ്ട് കേസിൽ വാലും ചുരുട്ടി ഓടിയ ഇഡി എന്ന് പരിഹസിച്ച തോമസ് ഐസക് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയെ പേടിച്ചോടുന്ന കാഴ്ചയാണ് കുറച്ചു കാലങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ തോമസ് ഐസക് മുങ്ങി നടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. രണ്ടാം തവണയാണ് ഇഡി നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരാകാതിരുന്നത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നുമാണ് അഭിഭാഷകൻ മുഖേന തോമസ് ഐസക് ഇഡിയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതും. ഏതായാലും ഇന്ന് കോടതിയിൽ നിന്ന് ശരിക്കും അങ്ങോട്ടേക്ക് കിട്ടി. മസാല ബോണ്ട് കേസിൽ ഹാജരാകുന്ന ഉദ്യോഗസ്ഥരെ ഇഡി ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് കിഫ്ബി ഇന്ന് കോടതിയെ അറിയിച്ചത്. അന്വേഷണവുമായി ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ലെന്ന് ഇഡി ഹൈക്കോടതിയെയും അറിയിച്ചു. സമൻസിനെ എല്ലാവരും പേടിക്കുന്നത് എന്തിനാണെന്നാണ് ഇന്ന് കോടതി തിരികെ ചോദിച്ചിരിക്കുന്നത്. ഇഡി സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കിഫ്ബി ഹർജി ഹൈക്കോടതി ഫെബ്രുവരി 1 പരിഗണിക്കും. ചോദ്യം ചെയ്യലിൽ ഹാജരായ ഉദ്യോഗസ്ഥരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന നടപടികളാണ് ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് കിഫ്ബി പ്രധാനമായും കോടതിയെ അറിയിച്ചത്. സമൻസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകണമെന്നും കിഫ്ബി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ഇഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. 6 തവണ നോട്ടീസ് നൽകിയിട്ടും കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകാനോ അന്വേഷണവുമായി സഹകരിക്കാനോ തയ്യാറല്ലെന്ന് ഇഡി ആരോപിച്ചു. മനഃപൂർവ്വം അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയാണെന്നും ഇഡി കോടതിയെ അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് തടയാൻ കഴിയില്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി. അന്വേഷണവുമായി സഹകരിക്കുന്നതല്ലേ എന്നും കോടതി ചോദിച്ചു. അതേസമയം കേസിൽ കഴിഞ്ഞ ദിവസം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി തോമസ് ഐസകിന്റെ നോട്ടീസ് അയച്ചെങ്കിലും ഹാജരാകാനാകില്ലെന്ന് തോമസ് ഐസക് തിരികെ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 7 പേജുള്ള മറുപടി ഇഡിയുടെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറുപടി നൽകി. തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണെന്നും 7 പേജുള്ള മറുപടിയിൽ പറയുന്നു. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞാണ് തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത്. എന്നാൽ തനിക്ക് വയ്യ എന്ന് പറഞ്ഞ തോമസ് ഐസക് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയിൽ നല്ല ഉത്സാഹത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി പങ്കെടുത്തത്. ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ട്രോളുകളും വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ വയ്യെന്ന് പറഞ്ഞ മനുഷ്യരാണ് ചങ്ങലയിൽ പോയി കൈകോർത്ത് പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ ഈ സഖാക്കൾ ഇങ്ങനെ തന്നെയാണ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ നെഞ്ചുവേദന, നടുവേദന, കൊറോണ, ആരോഗ്യ പ്രശ്നം പറഞ്ഞ് മുങ്ങാറാണ് പതിവ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടോ മൈക്ക് കിട്ടുമ്പോൾ പറയും വടിയിൽ കനവില്ല, കൈകൾ ശുദ്ധം, അന്വേഷണത്തെ ഭയമില്ലെന്ന്. പക്ഷേ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ അപ്പോ തലകറങ്ങി വീഴും. ഏതായാലും തോമസ് ഐസക് മുങ്ങിയതിന് സർക്കാരിന് നല്ല രീതിയിൽ തന്നെ അതൊരു ക്ഷീണമായിട്ടുണ്ട്. എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. അതാണ് ഈ വെപ്രാണം. കിഫ്ബിയിൽ തോമസ് ഐസക് കുറച്ച് വിയർക്കുമെന്നാണ് വിവരങ്ങൾ. സംസ്ഥാനത്തിന് വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാനായി കേരളം അടിസ്ഥാന സൗകര്യ നിക്ഷേപ ഫണ്ട് നിയമപ്രകാരം സ്ഥാപിതമായ ധനകാര്യ ബോർഡ് കോർപ്പറേറ്റ് ആണ് കിഫ്ബി. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ 2019 മെയ് 17 മസാല ബോണ്ടുകൾ വിതരണം ചെയ്തു. 7.23% പലിശയ്ക്ക് 2150 കോടി രൂപയാണ് ഇങ്ങനെ സമാഹരിച്ചത്. ഇതിൽ CAG ക്രമക്കേട് കണ്ടെത്തിയതോടെ മസാല ബോണ്ട് വിവാദത്തിലായി. പിന്നാലെയാണ് ഇഡി കേസെടുത്തത്. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട തുകയുടെ 3 ഇരട്ടി വരെ പിഴയായി ഈടാക്കുമെന്നാണ് ഫെമ നിയമത്തിലെ സെക്ഷൻ 13 വ്യവസ്ഥ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ചുമത്താവുന്ന പരമാവധി പിഴത്തുക 6450 കോടി രൂപയാണ്. വിദേശ വായ്പ എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. രാജ്യത്തിനുള്ളിൽ നിന്ന് മാത്രമേ സഞ്ചിത നിധി സെക്യൂരിറ്റിയായി നൽകി വായ്പ എടുക്കാനാകൂ. ഇതിനുവേണ്ടി സംസ്ഥാനം നിയമം നിർമ്മിക്കണം. കിഫ്ബി പോലുള്ള കോർപ്പറേറ്റ് സംവിധാനത്തിലൂടെയും ഇപ്രകാരം വിദേശ വായ്പ എടുക്കാനാകില്ലെന്നും CAG കണ്ടെത്തിയിരുന്നു. ഇതും ഇഡിയുടെ കേസിന്റെ അടിസ്ഥാനമാവും.